ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേണി. അഡ്വെൻറ്റ് ജേണിയുടെ 18ാം ദിവസം നമ്മൾ എത്തി നിൽക്കുന്നു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിന്നറൊക്കെ സെർവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലായിരുന്നു? ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദൈവവചന ഭാഗം ഇതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ 3 ധൈര്യമുള്ള ചെറുപ്പക്കാരെ കാണും. നിങ്ങളത് വായിക്ക്, ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഫാദർ ജോൺ പവലിൻ്റെ ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് ജോബ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഇൻസിഡൻറ്റാണ്. ഒരു പെൺകുട്ടി, അവൾ വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് ജനിച്ചു വളർന്നതൊക്കെ, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. പക്ഷേ അവളുടെ വിവാഹശേഷം നല്ല ജീവിതമായിരുന്നു. സ്നേഹമുള്ള ഭർത്താവ്, മക്കൾ, നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്നൊരു രോഗം പിടികൂടുന്നത്. ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലും ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഡോക്ടേഴ്സ്, ഇവർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ആഴ്ചകളോളം. ഫൈനലി ഡോക്ടേഴ്സ് പറയുകയാണ്, ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും അവസാനിച്ചു, ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവർ ഞെട്ടലോടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ഞാൻ മരിക്കുമെന്നാണോ ഡോക്ടേഴ്സ് പറയുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, മാഡം ഞങ്ങൾക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവർ ശാന്തമായിട്ട് കേട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഇവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ ഒരവസ്ഥ. ഫാമിലിയൊക്കെ വിട്ട് മരിക്കാൻ പോവാമെന്ന് പറഞ്ഞ് ഇവർക്ക് ഏറ്റവും അധികം പക തോന്നിയത് ദൈവത്തോടാണ്. അപ്പോൾ അവരിങ്ങനെ മനസ്സിൽ ദൈവത്തോട് കലഹിക്കാൻ തുടങ്ങി. നീ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത്രയും സന്തോഷം, എൻ്റെ സന്തോഷം നിലനിൽക്കാൻ നീ അനുവദിച്ചില്ല, നീ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുവാണോ, നീയുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അവർക്ക് തോന്നി കുറച്ചുകൂടി അമർഷത്തോടെ ദൈവത്തോട് സംസാരിക്കാം, അതുകൊണ്ട് ചാപ്പലിലേക്ക് പോവാം. അങ്ങനെ ഇവർ പതിയെ, മുറിയിൽ ആരുമില്ലാത്ത സമയത്ത് ആ ഹോസ്പിറ്റലിൻ്റെ തന്നെ ചാപ്പലിലേക്ക് പതിയെ പിടിച്ച് നടന്ന് ആൾത്താരുടെ മുന്നിലെത്തി. ആൾത്താരുടെ തൊട്ടടുത്ത് വന്നിട്ട് വേണം ഈശോയ്ക്ക് വഴക്ക് കൊടുക്കാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പതിയെ തല കറങ്ങി താഴെ വീണ് ഇങ്ങനെ പതിയെ എഴുന്നേക്കാൻ നോക്കുമ്പം കാർപ്പറ്റിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. അപ്പോൾ ഇവർ പതിയെ തല ഉയർത്തി അതൊന്ന് വായിച്ചു, വീണ്ടും ഒന്നുകൂടെ വായിച്ചു. പതിയെ അതിവരും അറിയാണ്ട്, ഇവർ പോലും അറിയാതെ ഇവരിങ്ങനെ മനസ്സിൽ അത് ഉരുവിടാൻ തുടങ്ങി. ഇവർക്ക് സങ്കടം വന്ന് അവിടെ കിടന്ന്, ആ കാർപ്പറ്റിൽ കിടന്ന് ഈ പ്രെയർ ഇങ്ങനെ ഉരുവിട്ട് ഇവർ കുറേ നേരം കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വലിയൊരാശ്വാസം തോന്നി. ദൈവത്തോടുണ്ടായിരുന്ന ദേഷ്യവും പകയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇവർ വളരെ ശാന്തമായിട്ട് തിരിച്ചു നടന്നു. ആ രാത്രിയിൽ ഇവർ ഉറങ്ങി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടേഴ്സിന് തന്നെ ഇവരുടെ വലിയ ഉത്സാഹവും പ്രസരിപ്പും കണ്ട് പിന്നെ നടത്തിയ ടെസ്റ്റുകളിൽ ഡോക്ടേഴ്സ് പോലും അമ്പരന്നു. ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുള്ള അവരുടെ ലിവർ ഫങ്ഷൻ ചെയ്തു തുടങ്ങി. ഈ സംഭവം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിതിൽ രണ്ടിടത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നത്. ഒന്ന്, എന്തു വന്നാലും, മരിക്കേണ്ടി വന്നാലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല, ദൈവത്തെ തള്ളി പറയില്ല എന്ന് പറയുന്ന 3 ധൈര്യമുള്ള ചെറുപ്പക്കാർ. ഇവിടെ ഒരു അസുഖം വന്നപ്പോഴേക്കും, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ദൈവത്തോട് കലഹിച്ച ഒരാൾ. പക്ഷേ അയാളും പിന്നീട് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്കൊന്ന് ഇന്നൊരു ആത്മശോധനയുടെ ദിവസമാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ട് ധാരാളം വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. നമുക്ക് മാമോദീസ നൽകിയ, സ്ഥൈര്യലേപം, കുമ്പസാരം, ആദ്യ കുർബാന, നമ്മുടെ ഇടവകയിൽ വികാരി അച്ഛന്മാരായിരുന്നത്, കാറ്റക്കിസം, അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത സിസ്റ്റേഴ്സ്, അവരെയൊക്കെ ഒന്ന് ഓർക്കുക. അവർക്കൊക്കെ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ആരെങ്കിലും വിളിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിക്കുക. പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. സീ യു ടുമോറോ. ബൈ.